പ്രൈസ് ദി ലോർഡ്. ഈ ജനുവരി മാസം 13 വെള്ളിയാഴ്ച ബോസ്റ്റൺ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് വൈകിട്ട് നമ്മളോട് വചന ശുശ്രൂഷയ്ക്കായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ന്യൂയോർക്കിൽ നിന്ന് ബ്രദർ കുന്നിൽ വിൽസൺ ആണല്ലോ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. വചന ശുശ്രൂഷയ്ക്കായിട്ടും പ്രാർത്ഥനയ്ക്കുമായിട്ട് ദേവദാസിനെ ഞങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രയർ ലൈനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. താങ്ക് യു. ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഈ മനോഹരമായ രാത്രികാലം വീണ്ടും ഒരുമിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷക്കാലം, ഈ 13 ദിവസങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ പാർക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയിരിക്കുന്ന സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടെ കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ടായി തീരുവാൻ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രികാലം ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഒരുമിച്ച് ചേർന്ന് ഈ രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വിടുതലിനും നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്നതും ആയി തീരുവാൻ ഇടയായി തീരട്ടെ. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രയർലൈനിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം ശക്തമായി കരങ്ങളെടുത്ത് ഈ ദിവസങ്ങളിൽ ഉപയോഗിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതിശക്തിയോടെ ഈ അന്ത്യകാലത്ത് ചെയ്തെടുക്കുവാൻ ദൈവം അവരുടെ കരങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ആമേൻ. ഇനി അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനുമായി ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അടുത്തൂടെ ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുവാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. ആമേൻ. ഈ ദൈവത്തിന്റെ മനോഹരമായ വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പാട്ടിന്റെ ചില വരികൾ. എന്നവിടെ വന്നു ചേരും ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും ഹാ. എന്നവിടെ വന്നു ചേരും ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും ഹാ. നിന്നോടു പിരിഞ്ഞിന്നരകുലത്തിരിക്കെ എന്നതിനൊരിക്കലും സുഖം തന്നിടുന്നതില്ലാകയ പരനേശുവെങ്കി നീ എനിക്കിനി. എന്നവിടെ വന്നു ചേരും ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും ഹാ. നിൻമുഖത്തു നിന്നു തൂകുന്ന മൊഴിയന്റെ താപം ഇന്നു നീക്കിടുന്നു നായക. നിൻമുഖത്തു നിന്നു തൂകുന്ന മൊഴിയന്റെ താപം ഇന്നു നീക്കിടുന്നു നായക. നിന്നതി മൃദുവായ കൈനാൽ എന്നെ നീ തടവുന്നൊരക്ഷണം കണ്ണുനീരുകളാകവെ ഒഴിഞ്ഞുന്നതാനന്ദം വന്നിടുന്നുമേ. എന്നവിടെ വന്നു ചേരും ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തേരും ഹാ. മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തേരും ഹാ. നിന്നെയോർക്കും നേരമീശനെ വളരും പ്രയാസം എന്നിൽ നിന്നും മാഞ്ഞു പോകുന്നേ. നിന്നെയോർക്കും നേരമീശനെ വളരും പ്രയാസം എന്നിൽ നിന്നും മാഞ്ഞു പോകുന്നേ. നിന്നടിമല സേവയാൽ എനിക്കുള്ള പീഡകളാകവെ തിരുമുന്നിൽ വന്നിടും പോതു നീങ്ങിയെന്നുള്ള
പരമാനന്ദം കൊണ്ടു തുള്ളുമേ. എമ്മവിടെ വന്നു ചേരും ഞാൻ, മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തേരും ഹാ. മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തേരും ഹാ. കാത്തിരിക്കുന്ന ആത്മനാഥനെ, ഭുവനത്തിനുള്ള കാത്തിരിപ്പിൻ പൂർത്തി നാളിനെ. കാത്തിരിക്കുന്ന ആത്മനാഥനെ, ഭുവനത്തിനുള്ള കാത്തിരിപ്പിൻ പൂർത്തി നാളിനെ. മത്സരകുലം ലജ്ജയാൽ മുഖം താഴ്ത്തിടുമ്പടി ഞങ്ങൾ ദണ്ടുകൾ പൂക്കനെ, പുതുഭംഗിയിൽ ബദം കായ്ക്കനെ, അവ കായ്ക്കനെ സദാ. എന്നവിടെ വന്നു ചേരും ഞാൻ, മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തേരും ഹാ. മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തേരും ഹാ. ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഈ മനോഹരമായ രാത്രികാലം ഒരിക്കൽ കൂടെ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ ഹൃദയം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രികാലം ഒരുമിച്ച് നമുക്ക് തേജസ്സേറിയ ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി നമ്മുടെ സകല അത്താണിയുമായിരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി ആശ്വാസത്തിന്റെ ഉറവിടം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ഈ രാത്രികാലം ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പലരുണ്ടെന്നറിയാം. എല്ലാത്തിനും നന്ദി അർപ്പിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിൽപ്പാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളെയൊക്കെ, നിങ്ങൾ പലരെയും ഓർത്ത്, പ്രത്യേകിച്ച് പ്രയർ ലൈനിലും കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പല രാത്രികളിലും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുവാൻ, നല്ല പ്രൈസ് റിപ്പോർട്ടുകൾ കേൾപ്പാൻ വലുവനായ ദൈവം ഇതിനിടയാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപയ്ക്കുമായി സ്തോത്രം. ഇതിനെ ദൈവം അധികം വർദ്ധിപ്പിച്ച് അനേകം ജീവിതങ്ങളുടെ വിടുതലിന് ഇത് കാരണമാക്കി ദൈവം തീർക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലവും അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുറിവാക്യമായി നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി എന്ന് നാം കാണുന്നു. എന്നിട്ട് 4-ാം വാക്യം വായിക്കുന്നു, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ 4-ാം ദിവസത്തിലേക്ക് കടക്കുക. 14-ാം വാക്യം. അവിടെ നാം വായിക്കുന്നു, പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് വായിക്കുന്നു, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, സൃഷ്ടിയുടെ ഒരു ചെറിയ ചിത്രമാണ് നമുക്കവിടെ തരുന്നത്. ദൈവത്തിന്റെ കരവൈഭവത്തിന്റെ, അല്ലെങ്കിൽ ദൈവം ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ അണ്ടകടാകത്തിന്റെ എല്ലാം ഒരു ചെറിയ ഒരു പതിപ്പ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തിന്റെ ആദിയിൽ? ആ ഭാഗം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാലത്തിന്റെ ആദിയിൽ, അഥവാ ഈ കാലത്തിനു മുൻപ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ കാലത്തിന്റെ ആദിയിൽ ദൈവം ഇവിടെ പറയാ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു. ഇയ്യോബ് 38ന്റെ 4-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ഇയ്യോബേ നീ എവിടെയായിരുന്നു? എന്നിട്ട് ദൈവം തന്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, എന്തിനു വേണ്ടി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ആർക്ക് വേണ്ടി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ഒരു ചോദ്യമാ യോബിനോട് ദൈവം ചോദിക്കുക. എന്നിട്ട് പറയുക, അല്ല അതിന്റെ മൂലക്കല്ലിട്ടവനാർ,
അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ദൂതന്മാരുടെ പാർപ്പിനായിട്ടായിരുന്നു ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ഒറിജിനൽ ഭൂമിയുടെ സൃഷ്ടിപ്പ്. എന്നാൽ ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ദൈവം ഈ ഭൂമിയെ പാഴും ശൂന്യവുമാക്കി തീർത്തു. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. മാത്രമല്ല അവിടെ നാം വായിക്കുന്നത് ഭൂമി മുഴുവൻ ഇരുൾ മൂടി, അഥവാ ഇരുട്ടായി തീർന്ന ഒരു ഭൂമി, അന്ധകാരപൂർണമായി തീർന്നതായ ഈ ഭൂമി. ഈ ഭൂമിയെ പുനർസൃഷ്ടിക്കുന്നതാണ് 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ, അർത്ഥാൽ കാലത്തിന്റെ ആദിയിൽ അല്ലെങ്കിൽ സമയത്തിന്റെ ആദിയിൽ, മറ്റൊരു വാക്കിൽ എടുത്തിട്ടാൽ മണിക്കൂറായി, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി കണക്ക് കൂട്ടുവാൻ കഴിയുന്ന കാലത്തിന്റെ ആദിയിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പാണ് 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനായി കഴിയുന്നത്. അപ്പോൾ അന്ധകാരം മൂടിക്കിടന്നതായ ഈ ഭൂമിയെ പ്രകാശമാനമാക്കി മാറ്റുവാൻ ദൈവം വെളിച്ചം സൃഷ്ടിച്ചു 1-ാം ദിവസത്തിൽ. അതാണ് നമ്മുടെ കുറിവാക്യം. ദൈവം അവിടെ വെളിച്ചത്തെ സൃഷ്ടിച്ചതായി കാണുന്നു. എന്തിനു വേണ്ടി ദൈവം വെളിച്ചം സൃഷ്ടിച്ചു എന്ന ചോദ്യം വരാം. ആ ചോദ്യത്തിന്റെ ഉത്തരം, ഈ ഭൂമി അന്ധകാരം മൂടിക്കിടന്നപ്പോൾ അല്ലെങ്കിൽ ഇരുട്ടായി കിടന്നപ്പോൾ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭൂമി ഇരുളിനാൽ അത് അലങ്കൃതമായി കിടന്ന സന്ദർഭത്തിൽ അതിനൊരു വ്യത്യാസം വരുത്തി ഒരു വെളിച്ചം ഈ ഭൂമിയിലേക്ക് വരുത്തുവാൻ വേണ്ടി ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ കാണുവാൻ, കണ്ണിന് ദൃഷ്ടി അത് ഗോചരമായി തീരുവാൻ തക്കവണ്ണം ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. അപ്പൊ നമുക്കവിടെ ഒരു സംശയം വരാം. 1-ാം ദിവസം ദൈവം പറയുന്നു ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് 4-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുക, ആ വെളിച്ചത്തിന് ദൈവം ഒരു കൃത്യമായ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നു. അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അഥവാ 4-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ആകാശവിധാനത്തിൽ വെളിച്ചമുണ്ടാകട്ടെ, അവ എന്തിനു വേണ്ടി? അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ, ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവൾ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് കൽപ്പിച്ച ദൈവത്തിന്റെ വാക്കുകളെ നമുക്കവിടെ കാണുന്നു. അർത്ഥാൽ അതിന്റെ സാരാംശം, 1-ാം ദിവസത്തിൽ ദൈവം സൂര്യനെ സൃഷ്ടിച്ചു, അഥവാ വെളിച്ചത്തെ സൃഷ്ടിച്ചു. എന്നാൽ 4-ാം ദിവസത്തിൽ ദൈവം വെളിച്ചത്തിനൊരു കൽപ്പന കൊടുക്കുക, ഇന്നു മുതൽ നിന്റെ ജോലി എന്തായിരിക്കും, നിന്റെ ജോലി. എന്നിട്ട് ദൈവം അവിടെ പറയുക, അത് കാലങ്ങളായും അടയാളങ്ങളായും ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും അവ ആകാശവിധാനത്തിൽ വെളിച്ചമായി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് പെർമനന്റ് ആയുള്ള ഒരു ജോലി, ഒരു സ്ഥിരം ജോലി കൊടുക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് 4-ാം ദിവസത്തിൽ, അഥവാ 14-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ നമുക്ക് കാണാനായി കഴിയുന്നത്. അന്ന് 1-ാം ദിവസത്തിൽ ഉണ്ടാക്കിയതായ വെളിച്ചം അല്ലെങ്കിൽ സൂര്യൻ, അതിന് ദൈവം ഒരു സ്ഥിരം ജോലി കൊടുക്കുന്നു. ഇന്നതിനു വേണ്ടി ആയിരിക്കും നിന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് നീ നിലകൊള്ളണം എന്നേൽപ്പിച്ച് അതിന് കൃത്യനിർവഹണത്തിന് വേണ്ടി ആക്കിയെടുക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. ദൈവം പറയുക, സൂര്യ നീ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. ദൈവം ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഉതകട്ടെ, അഥവാ ക്രമീകൃതമല്ലാതെ കിടന്നതായ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പാഴും ശൂന്യവുമായി കിടന്ന, അന്ധകാര നിബിഡമായി കിടന്ന, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ ഈ ഭൂമി ഇരുണ്ട് കിടന്ന ആ ഭൂമിയിൽ വീണ്ടും ആ ഭൂമിയെ ജീവനുള്ളതാക്കി തീർക്കുവാൻ ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കി. അതാണ് ഈ വെളിച്ചത്തിന്റെ ജോലിയായി ദൈവം സൂര്യനെ കൽപ്പിച്ചാക്കി അതിന് ജോലി കൊടുത്തത്. മറ്റൊരു വാക്കിൽ അതിനെ എടുത്തിട്ടാൽ
ജീവനില്ലാതിരുന്ന ഈ ഭൂമിയിൽ, ജീവന്റെ ഒരു കണിക പോലും ഇല്ലാതിരുന്ന ഈ ഭൂമിയിൽ, ലോകത്തിൽ ഒന്നുമില്ലാതിരുന്ന ഭൂമിയിൽ, ഈ ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ഒരു സമയത്ത്, അന്ധകാരം പിടിച്ചു കിടന്ന ഒരു സമയത്ത്, ആ അന്ധകാരത്തെ മാറ്റി ഈ ഭൂമിയിൽ ജീവന്റെ തുടിപ്പുണ്ടാക്കിയെടുക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ വെളിച്ചത്തെ സൃഷ്ടിച്ചു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വെളിച്ചത്തെ ദൈവം കൽപ്പിച്ചാക്കിയതിന് ശേഷമാണ് ദൈവം ഈ ഭൂമിയിൽ വെള്ളത്തിൽ ജലജന്തുക്കൾ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി, അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ എന്നിവയെല്ലാം സൃഷ്ടിച്ചത്. അതിനുശേഷം ദൈവം പറയുന്നു, നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിനുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ നമുക്കൊരു ചോദ്യം വരാം, എന്തുകൊണ്ടാ ദൈവം ഒന്നാം ദിവസം തന്നെ മനുഷ്യനെയും മൃഗങ്ങളെയും പറവജാതികളെയും മത്സ്യങ്ങളെയും പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ ഉണ്ടാക്കാതിരുന്നത്? ഉത്തരം, ഇരുൾ മൂടിക്കിടന്ന ഈ ഭൂമിയിൽ, അന്ധകാര നിബിഡമായിരുന്ന ഈ ഭൂമിയിൽ, ജീവന്റെ തുടിപ്പില്ലാതിരുന്ന ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇരുളിനെ വകഞ്ഞു മാറ്റി വെളിച്ചത്തിന്റെ രശ്മികൾ ഈ ഭൂമിയിൽ പതിച്ചാൽ മാത്രമേ ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുവാൻ സാധിക്കൂ. ദൈവം ആ സൂര്യനെ ഭൂമിയിൽ നിന്നും ഏകദേശം 9,30,00,000 മൈൽ അകലത്തിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ അകലത്തിൽ ദൈവം സൂര്യനെ ആക്കി വെച്ചു. സൂര്യനെ ഈ പ്രപഞ്ചത്തിൽ കറങ്ങുവാൻ ദൈവം ഒരു റോഡുണ്ടാക്കി. ദൈവം പറഞ്ഞു, ഈ റോഡിൽ കൂടെ വേണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ പ്രതലത്തിൽ വേണം നീ നിൽക്കുവാനും, ഈ പ്രതലത്തിൽ വേണം നീ കറങ്ങുവാനും. അത് ഭൂമിയിൽ നിന്നും 9,30,00,000 അകലത്തിലായിരിക്കണം. ഭൂമിയോട് അടുക്കുവാൻ പാടില്ല, ഭൂമിയിൽ നിന്നും നീ അകലുവാനും പാടില്ല. നോക്കിക്കേ, ഈ സൂര്യൻ കുറെ കൂടെ നമുക്ക് അടുത്തായിരുന്നെങ്കിൽ നാം എന്നേ കത്തിക്കരിഞ്ഞ് ഒരുപിടി ചാമ്പലായി മാറിപ്പോയേനെ. എന്നാൽ അതിന്റെ മറുവശം, ഈ സൂര്യൻ കുറെ കൂടി ദൂരെയായിരുന്നെങ്കിൽ നാം തണുത്തുറഞ്ഞൊരു മൺകൂനിയായി മാറ്റപ്പെട്ടേനെ. ഈ വെളിച്ചമായ സൂര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ഇന്ന് ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ വെളിച്ചമായ സൂര്യൻ എന്ന് പറയുന്ന വസ്തു ഈ അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്നുവെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? നോക്കിയേ, ഒരു ദിവസം ഈ സൂര്യൻ അങ്ങ് ഇല്ലാതെയായി പോയി എന്ന് ചിന്തിക്കുക. സൂര്യൻ അധിവസിക്കുന്ന സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യൻ. സൂര്യൻ ഇല്ലെങ്കിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സോളാർ സിസ്റ്റം താറുമാറായി തവിട്ടുപൊടിയായി മാറ്റപ്പെടും. സൂര്യൻ അഥവാ വെളിച്ചമുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും അതിവേഗം ഈ അന്തരീക്ഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന. ഈ വെളിച്ചമായ സൂര്യൻ ഇല്ലെങ്കിൽ സൗരയൂഥങ്ങൾ നിലനിൽക്കില്ല. അവ എന്നെ തട്ടിമുട്ടി കൂട്ടിമുട്ടി പൊട്ടിപ്പോയി തകർന്നു പോയേനെ. ഈ ഭൂമി നിലനിൽക്കില്ല. നാം പാർക്കുന്ന ഈ ഭൂമി 24 മണിക്കൂർ കൊണ്ട് 1000 മൈൽ സ്പീഡിൽ തന്നെത്താനെ ഒരു പ്രാവശ്യം തന്നിൽ തന്നെ കറങ്ങുകയും അതേസമയം മണിക്കൂറിൽ 67,000 മൈൽ സ്പീഡിൽ ഈ സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ അതേസമയം സൂര്യൻ ഉൾപ്പെടുന്ന ഈ ഗാലക്സി മണിക്കൂറിൽ 4,90,000 മൈൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആരാ ഇതിനെ ആക്കിയത്? എന്തിനാ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? സൂര്യപ്രകാശം ശാസ്ത്രം പറയുന്നു 8.5 മിനിറ്റ് കൊണ്ടാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലെത്തുന്നത്. സൂര്യനിൽ പൊട്ടിത്തെറിച്ച് കത്തി ഉരുകി വരുന്ന, സൂര്യനിൽ നിന്നും ഉരുകി വരുന്ന ആ പ്രകാശം അവിടെ നിന്നും ഭൂമിയിൽ എത്തിച്ചേരാൻ 8.5 മിനിറ്റ്
എടുക്കും ഈ ഇത്രയും ദൂരം അതിനെ യാത്ര ചെയ്തു വരാൻ? അർത്ഥാൽ 9,30,00,000 മൈൽ ഈ പ്രകാശത്തിന്, സൂര്യന്റെ പ്രകാശത്തിന് ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ 8.5 മിനിറ്റ് സമയം വേണം. ഈ സൂര്യൻ അഥവാ വെളിച്ചം പെട്ടെന്ന് ഇല്ലാതെയായാൽ അടുത്ത 8.5 മിനിറ്റ് സമയം വരെ ഈ ഭൂമിയിൽ വെളിച്ചം കാണും. എന്നാൽ ഈ 8.5 മിനിറ്റ് സമയം കഴിയുമ്പോൾ നാം പാർക്കുന്ന ഈ ഭൂമി മുഴുവനായും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇരുൾ കൊണ്ട് മൂടി നിറയപ്പെട്ടിരിക്കും. മാത്രമല്ല, സൂര്യൻ ഇല്ലാതെയായാൽ പിന്നെ ചന്ദ്രനെ കണ്ടുകിട്ടാൻ പറ്റില്ല. ചന്ദ്രൻ പിന്നെ ഇല്ല. കാരണം നമുക്കറിയാം, സൂര്യന്റെ വെളിച്ചം ഏറ്റുവാങ്ങിയാണ് രാത്രിയിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത്. സൂര്യന്റെ വെളിച്ചം ഇല്ലാതെയായാൽ പിന്നെ ചന്ദ്രനില്ല. ഈ ഭൂമി തണുക്കാൻ തുടങ്ങും. ഒരാഴ്ച അങ്ങനെ കിടന്നാൽ ഭൂമിയുടെ താപനില -100 ഡിഗ്രിയായി മാറ്റപ്പെടും. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഈ താപനില കുറഞ്ഞുകൊണ്ടേയിരിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. സമുദ്രം തണുത്തുറഞ്ഞ് ഒരു മഞ്ഞ് കട്ടിയായി മാറ്റപ്പെടും. ഈ ഭൂമിയിൽ ജീവനുള്ള യാതൊന്നിനും നിലനിൽപ്പുണ്ടാകില്ല. എന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ വൃക്ഷങ്ങളും പുൽച്ചെടികളും പറവകളും മൃഗസമ്പത്തും ഇഴജാതികളും സമുദ്രത്തിലെ മത്സ്യങ്ങളും എല്ലാം മനുഷ്യനുൾപ്പെടെ ഒരു ഓർമ്മയായി മാറ്റപ്പെടും. ഈ ഭൂമി വീണ്ടും പാഴും ശൂന്യവുമായി മാറ്റപ്പെടും, വെളിച്ചം ഇല്ല എങ്കിൽ. വെളിച്ചം ഒരിക്കൽ പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയിൽ ദൈവം വെളിച്ചത്തെ വരുത്തി. പാഴും ശൂന്യവുമായി എക്കാലവും കിടക്കാൻ വേണ്ടി അല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. യോബിന്റെ പുസ്തകത്തിൽ നാം വായിച്ചു, ഭൂമി ദൈവം വെറുതെ അല്ല സൃഷ്ടിച്ചത്, പിന്നെയോ പാർപ്പിന് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് ദൈവം എന്തോ എടുത്തു? ഈ ഭൂമിയിൽ ദൈവം വെളിച്ചത്തെ വരുത്തി. ഈ ഭൂമിയെ ജീവനുള്ളതാക്കി തീർത്തു. മറ്റൊരു വാക്കിൽ അതിനെ എടുത്തിട്ടാൽ, ജീവനില്ലാത്തതിന് ജീവൻ നൽകുന്നതാണ് വെളിച്ചം. വെളിച്ചത്തിന്റെ പ്രത്യേകത, അതൊരു വസ്തുവല്ല, തൊട്ടു മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു സ്രോതസ്സാണ്. ദൈവമെന്ന് പറയുന്നത് പോലെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ നഗ്നമായ നേത്രങ്ങൾക്കതിനെ കാണാൻ പറ്റില്ല, തൊട്ടു നോക്കാൻ പറ്റില്ല. എന്നാൽ ദൈവമെന്ന് പറയുന്നത് ഒരു സ്രോതസ്സാണ്. വെളിച്ചം ഒരു സ്രോതസ്സായിരിക്കുന്നത് പോലെ, മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്നത് പോലെ തന്നെ ഈ വെളിച്ചവും ഒരു സ്രോതസ്സായി നിലകൊള്ളുന്നു എന്ന് നാം കാണുന്നു. ആ വെളിച്ചം വന്നു കഴിയുമ്പോൾ കാണുവാൻ കഴിയാത്ത വസ്തുക്കൾ നമുക്ക് കാണുവാൻ കഴിയും. അല്പം വെളിച്ചം ഒരിടത്ത് വന്നാൽ എത്ര ഭയങ്കര അന്ധകാരത്തെയും അത് തുടച്ചു മാറ്റിക്കളയും എന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം. അർത്ഥാൽ വെളിച്ചത്തെ കാണുമ്പോൾ ഇരുൾ ഭയപ്പെട്ട് ഓടി മറഞ്ഞു കളയും. കുറ്റാക്കുറ്റിരുട്ടായ ഒരു മുറിയിലായിരിക്കുന്ന നിങ്ങൾ ഒരു കൊച്ചു തീപ്പെട്ടിക്കോൽ ഉരച്ചാൽ പിന്നെ ഇരുട്ടിനെ കണ്ടുകിട്ടാൻ പറ്റില്ല. കാരണം വെളിച്ചം ഇരുട്ടിനെ തകർത്ത് കളയുന്നതാണ്. 119-ാം സങ്കീർത്തനത്തിന്റെ 130-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദം ആകുന്നു. അർത്ഥാൽ വെളിച്ചമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കി തീർക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതേ സങ്കീർത്തനക്കാരൻ തന്നെ വീണ്ടും പറയുന്നു, അതിന്റെ 105-ാമത്തെ വാക്യത്തിൽ, നിന്റെ വചനം എന്റെ കാലിന് ദീപവും, അല്ലെങ്കിൽ എന്റെ കാലിന് വെളിച്ചവും, എന്റെ പാതയ്ക്ക് പ്രകാശവും, അല്ലെങ്കിൽ എന്റെ പാതയ്ക്ക് വെളിച്ചവും ആകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വന്നാൽ, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു അവരോട് സംസാരിച്ചത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു.
അർത്ഥാൽ എന്നെ അനുഗമിക്കാത്തവൻ വെളിച്ചത്തിലായി തീരാതെ ഇരുളിൽ നടക്കുന്നു എന്ന് അർത്ഥം. കാരണം കർത്താവായ യേശുക്രിസ്തു തന്നെ വെളിച്ചമായിരിക്കുന്നു. അപ്പോൾ വെളിച്ചമായിരിക്കുന്ന ദൈവത്തെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിലായിരിക്കുന്നു. അതിന്റെ മറുവശം, വെളിച്ചമായിരിക്കുന്ന കർത്താവിനെ അനുഗമിക്കാത്തവർ അന്ധകാരത്തിൽ അഥവാ കൂരിരുട്ടിൽ ഇരുളിലായിരിക്കുന്നു എന്നതിന്റെ അർത്ഥം. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ദൂതന്മാരുടെ പാപത്താൽ ഇരുൾ മൂടിക്കിടന്ന ഈ ഭൂമിയിൽ ദൈവം വെളിച്ചമയച്ചതുപോലെ ദുഷ്ടന്റെ അധീനതയിൽ ഈ സർവ്വലോകവും കിടക്കുമ്പോൾ സത്യമറിയുവാൻ കഴിയാതെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ ലോകമനുഷ്യർ കിടക്കുമ്പോൾ വെളിച്ചമായി നമ്മുടെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. ഈ പാപമംഗലമായ ലോകത്തിൽ കടന്നു വന്നു. എന്തിനു വേണ്ടി? അന്ധകാര നിബിഡമായിരിക്കുന്ന ഈ ലോകത്തിൽ വെളിച്ചമായ കർത്താവായ യേശുക്രിസ്തു വന്നു മാനവ ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ. ആ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുമെന്ന് പറഞ്ഞു. ഇനി യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അതേ കർത്താവായ യേശുക്രിസ്തു വീണ്ടും പറയുന്നു, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, യേശു ലോകത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ യേശു ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അതാ കർത്താവ് അവിടെ പറഞ്ഞത്. കർത്താവ് പറഞ്ഞ, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ യേശു ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം. ഇന്ന് യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു മറ്റൊരു കാര്യം പറഞ്ഞു തന്റെ ഗിരിപ്രഭാഷണത്തിൽ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിലേക്ക് കടന്നു വന്നാൽ അവിടെ കർത്താവ് എന്നെയും നിങ്ങളെയും ചൂണ്ടിക്കൊണ്ട് പറയുക, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ, അഥവാ ഇരുട്ടത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. യേശു കർത്താവ് അവിടെ പറയുന്നത്, നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ. ഈ വെളിച്ചം നാം പരത്തുമ്പോൾ അന്ധകാരം ഓടിമറിയും. താൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ടുമൂടിയ ഒരു മുറിയിൽ ഒരു കൊച്ചു തീപ്പെട്ടിത്തിരി നാം കൊളുത്തിയാൽ ആ അന്ധകാരം ഓടി മറയുന്നത് പോലെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, എന്നെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞ അതേ യേശു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞ് എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുമ്പോൾ വചനം പറയുന്നു, ആ വെളിച്ചം നാം പരത്തുമ്പോൾ ലോകത്തിന്റെ അന്ധകാരം ഓടിമറയും. ഒരു ദൈവവചന വെളിച്ചത്തിന്റെ രശ്മികൾ കൊണ്ടുവന്ന് ഇരുട്ടിന്റെ ഏതൊരവസ്ഥയും മാറ്റിയെടുക്കുവാൻ കഴിയും എന്നർത്ഥം. വെളിച്ചമില്ലെങ്കിൽ ലോകത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ വെളിച്ചമില്ലെങ്കിൽ ലോകത്തിൽ കളറില്ല കേട്ടോ. നമുക്ക് കളർ കാണാൻ പറ്റില്ല. ഒരു ഇരുട്ടുള്ള ഒരു മുറിയിൽ പച്ചയും ചുവപ്പും മഞ്ഞയും വയലറ്റും വെളുപ്പും കറുപ്പും പല നിറങ്ങളുള്ള സാധനം ഇരുട്ടുള്ള ഒരു മുറിയിൽ കൊണ്ടുവച്ചാൽ ഒരു കളറും നമുക്ക് കാണാൻ പറ്റില്ല. ആ കളർ ഏത് നിറത്തിലുള്ള വസ്തുവും ഒരു ഇരുട്ടായ മുറിയിൽ കൊണ്ടുവച്ചിരുന്നാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം ആ കളറിനെ എല്ലാം മൂടി അതിന്റെ മെയ്തേ അധിവസിക്കുന്ന ശക്തിയുക്ത ഒരു സ്രോതസ്സാണ് ഇരുട്ടെന്നുള്ളത്. ആ ഇരുട്ട് ആ കളറിനെയെല്ലാം ഇല്ലായ്മ ചെയ്യും മാറ്റുക. ആ കളർ
അവിടെ ഉണ്ടെങ്കിലും അത് ആരെയും കാണിക്കുവാൻ ഇടയാക്കാത്ത വിധത്തിൽ ഇരുട്ടതിനെ മൂടിക്കളഞ്ഞു. അത് കളറിന്റെ കുഴപ്പം കൊണ്ടല്ല, പിന്നെയോ അവിടെ ഇരുട്ടില്ല, അവിടെ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ കളറുണ്ടെങ്കിലും കളറ് കാണണമെങ്കിൽ വെളിച്ചം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്നാൽ ആ ഇരുട്ടുള്ള മുറിയിൽ, പല കളറുള്ള വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്ന ആ മുറിയിൽ ഒരു വെളിച്ചം ആ വസ്തുവിൽ പതിച്ചാൽ അതിന്റെ ശരിയായ നിറം നമുക്ക് കാണുവാൻ കഴിയും. കാരണം വെളിച്ചം ആ വസ്തുവിൽ പതിച്ചിട്ട് ആ നിറത്തെ നമ്മുടെ മുമ്പാകെ പ്രതിഫലിപ്പിച്ച് കാണിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ വെറും വെളിച്ചം കൊടുക്കാൻ മാത്രമല്ല കർത്താവ് പറഞ്ഞത്, പിന്നെയോ ഈ ലോകത്തെ കളർഫുള്ളാക്കി മാറ്റിയെടുക്കുവാൻ, അന്ധകാരം നിറഞ്ഞ, നിരാശ നിറഞ്ഞ ഈ ലോകത്തിൽ, കൂരിട്ട് മൂടിയിരിക്കുന്ന ഈ ലോകത്തിൽ, തിമിരം ബാധിച്ചിരിക്കുന്ന കണ്ണുകളുള്ള മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തെ കളർഫുള്ളാക്കി മാറ്റിയെടുക്കുവാൻ നമ്മിൽ വ്യാപരിച്ചിരിക്കുന്ന വെളിച്ചത്തിന് കഴിയും. ജീവിതം നിരാശയിൽ കൂടി കൊണ്ടുപോകുന്ന വ്യക്തിയിൽ ഈ വെളിച്ചം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം ഇരുണ്ടതായി പോകാതെ നിറങ്ങൾ നിറഞ്ഞ ഒരു സന്തോഷകരമായ ജീവിതം മുമ്പിൽ കാണുവാൻ നമുക്ക് കഴിയും. അതാണ് വെളിച്ചത്തിന്റെ പ്രത്യേകത. ഈ വെളിച്ചത്തിന്റെ മറ്റൊരു പ്രത്യേകത മരണത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മരണത്തെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നാം ആയിരിക്കുമ്പോൾ. വിന്റർ സമയത്ത് നമുക്കറിയാം, നമ്മുടെ പലരുടെയും വീടുകളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലൊക്കെ, നമ്മളൊക്കെ വീടുകളിൽ കൊച്ചു വെജിറ്റബിൾസോ അല്ലെങ്കിൽ കരിയാപ്പോ ചെറിയ ചെറിയ ചെടികളോ ഒക്കെ വളർത്തുന്നവരായിരിക്കാം പലരും. ഇതൊക്കെ നമ്മൾ വളർത്തി വിന്റർ ആകുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കും? ആ കരിയാപ്പിന്റെ തയ്യെ ഒരു ചട്ടിക്കകത്തായിരിക്കും. അതിനെ നമ്മൾ പതുക്കെ പുറത്തുനിന്നെടുത്ത് നമ്മുടെ വീടിനുള്ളിൽ കൊണ്ടുവെക്കും. കാരണം പുറത്തു വെച്ചാൽ അത് ചത്തുപോകും അല്ലെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ട് അതിനെ നമ്മൾ വീട്ടിനുള്ളിൽ കയറ്റി വെക്കും, അല്പം ചൂട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതുപോലെ മറ്റു ചില ചെടികളൊക്കെ നമ്മളെടുത്ത് വീടിനുള്ളിൽ വെക്കും, തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. ഇത് അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. അതങ്ങനെ വളരാതെ ഒരു വാടിയ പരുവത്തിൽ അതങ്ങനെ തന്നെ നിൽക്കും. അതിന് പിന്നെ വളർച്ചയില്ല. ആ വന്ന അതിനുണ്ടായിരുന്ന ഇലകളൊക്കെ പലതിന്റെയും കൊഴിഞ്ഞു പോയതിനു ശേഷം ഒന്നുമില്ലാതെ ഒരു കമ്പിന്റെ ശിഖരം പോലെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അത് പലപ്പോഴും ആയിത്തീരും. അല്ലെങ്കിൽ ഒരു വാടിയ പരുവത്തിൽ അതിങ്ങനെ നിൽക്കും. നമുക്കറിയാം, ശരീരത്തിന് ഒരു ശക്തിയുമില്ലാതെ ശരീരം തളർന്നിരിക്കുന്ന ഒരു ശരീരത്തോട് കൂടിയ മനുഷ്യന് എണീറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് പോലെ ആ കുഞ്ഞു ചെടികൾ വളരാൻ കഴിയാതെ തളർന്ന് പരവശപ്പെട്ട് വല്ലാത്ത ഒരു പരുവത്തിൽ, ഇലകളൊക്കെ കൊഴിഞ്ഞ് വാടിയ ഒരു പരുവത്തിൽ അതൊക്കെ ഇങ്ങനെ നിൽക്കും. അതിന്റെ ഇലകളൊക്കെ വാടി കൊഴിഞ്ഞ് ഒരു ഉണങ്ങിയ പരുവത്തിൽ അത് നിൽക്കും. ഈ വസ്തുക്കളെ സമ്മറിന്റെ ആരംഭമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ചട്ടികളെയൊക്കെ, ഈ ചെടിച്ചട്ടിയൊക്കെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ എടുത്ത് ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ, അല്ലെങ്കിൽ സമ്മറിന്റെ ആരംഭമാകുമ്പോഴേ, മെയിന്റെ അവസാനം നല്ല ചൂടൊക്കെ ആയി കഴിയുമ്പം നമ്മൾ അതിനെ പതുക്കെ എടുത്ത് സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിൽ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു വെക്കും. അഥവാ വീടിന്റെ പുറത്തേക്ക് എടുത്തു വെക്കും, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ മാറ്റിവെച്ചാൽ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നോക്കിയ പെട്ടെന്ന് ഒരു രൂപാന്തരം നമുക്കവിടെ കാണാം. പെട്ടെന്ന് അതിന് ജീവൻ പ്രാപിക്കും. അത് ജീവൻ പ്രാപിച്ചതിന് ശേഷം അത് കിളിർത്ത് തഴച്ചു വളർന്നു വരുന്നത് കാണാം. കൊഴിഞ്ഞുപോയ ഇലയുടെ സ്ഥാനത്ത് പുതിയ അതിന്റെ ഇളം തളിരുകൾ കിളിർത്തു വന്ന് തഴച്ചു വളർന്നു വരുന്ന ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നമ്മളൊക്കെ അത് അനുഭവിക്കുന്നവരാണ്. എന്താ കാരണം? ജീവൻ കൊടുക്കുന്ന ഒരു പുതിയ മഞ്ഞയായി ആ വെളിച്ചത്തിന്റെ രശ്മികൾ നേരിട്ട് ആ പ്ലാന്റിലേക്ക് വന്നപ്പോൾ അതിന് ജീവൻ വെച്ചതാണ് അതിന് കാരണം.
കാരണം വെളിച്ചമില്ലാതെ അന്ധകാരത്തിൽ ഉൾമുറിയിലായിരുന്നപ്പോൾ അതിന്റെ ശക്തി മുഴുവൻ നശിച്ചുപോയി വല്ലാത്ത പരുവത്തിലായി പോയതിന് നേരിട്ട് വെളിച്ചം തട്ടിക്കഴിഞ്ഞപ്പോൾ ജീവൻ പ്രാപിക്കുവാനിടയായിത്തീരും. ഇതാണ് വെളിച്ചത്തിന്റെ പ്രത്യേകത. മരണത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ വെളിച്ചം. നമുക്കറിയാം, സുവിശേഷത്തിന്റെ വെളിച്ചം അനേകം മരിച്ച ആത്മാക്കളെ അക്ഷരാർത്ഥത്തിൽ വെറും ചത്ത മനുഷ്യന്റെ ആത്മാവ് മരിച്ച അനേകം മനുഷ്യനെ ജീവൻ പ്രാപിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ട്. സത്യത്തിന്റെ വചനം നമ്മുടെ മനസ്സിന് ചൂട് നൽകി അതിന് ജീവൻ പകർന്ന് അന്ധകാരത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും ആ വലിയ വെളിച്ചം നമ്മെ വഴി നടത്തിയതാണ്. നമ്മുടെ എല്ലാം അനുഭവം അതാണ്. നമ്മുടെ വെളിച്ചം അന്ധകാരത്തിൽ കിടക്കുന്ന അനേകർക്ക് കണ്ണുകൾ തുറന്ന് കാണുവാൻ കഴിയത്തക്ക രീതിയിൽ സത്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിലായിത്തീരുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. വെളിച്ചത്തിന്റെ പ്രത്യേകത നമ്മുടെ ദുഃഖം, മനസ്താപം, തളർന്നിരിക്കുന്ന അവസ്ഥ ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിവുള്ളതാ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര പ്രാവശ്യം നമ്മുടെ ഇരുണ്ട മനസ്സ്, നമ്മുടെ വിരസമായ ജീവിതം, നമ്മുടെ ദുഃഖകരമായ മനസ്സ്, നമ്മുടെ ഉത്സാഹമില്ലായ്മ, നമ്മുടെ ചിന്താകുലമായ ആത്മാവും മനസ്സും, നമ്മുടെ നിരാനന്ദമായ അവസ്ഥകൾ, ഈ അവസ്ഥകളെയെല്ലാം ഈ വെളിച്ചം സന്തോഷപ്രദമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥയിൽ ഇരുണ്ട കാർമേഘം തിങ്ങിക്കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നല്ലൊരു സൂര്യപ്രകാശം വന്നാൽ നമുക്കൊക്കെ സന്തോഷമല്ലേ? നോക്കിയേ, വിന്ററിൽ എത്ര പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുണ്ടാവും, നല്ലൊരു പ്രകാശമാനമായ ദിവസം കിട്ടിയിരുന്നെങ്കിലെന്ന്, നല്ലൊരു സൂര്യപ്രകാശം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും, വിന്ററുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു ലൈനിലുള്ളവർ, അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വിന്ററിന്റെ സമയത്ത് നമ്മുടെ എല്ലാം ആഗ്രഹമാ ചൂടുള്ള സൂര്യപ്രകാശം വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. ഈ ലോകം നമുക്ക് ഇരുണ്ട, വിരസമായ, ദുഃഖകരമായ അവസ്ഥകളാണ് തരുന്നത്. ഈ ലോകത്തിന് നമുക്ക് മറ്റൊന്നും തരാൻ കഴിയില്ല. സന്തോഷം തരാൻ കഴിയാത്തതായ ലോകം, ദുഃഖം തരുന്നതായ ഒരു ലോകം, ഇരുണ്ട അവസ്ഥ തരുന്നതായ ഒരു ലോകം, വിരസമായ ജീവിതക്രമം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകം, ദുഃഖകരമായ അവസ്ഥകൾ തരുന്നതായ ഈ ലോകം. ഈ കാലാവസ്ഥയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മീക അവസ്ഥകൾ. വല്ലാതെ മൂടിക്കെട്ടിയ അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് വല്ലാതെ ഞരങ്ങി, വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിലായിത്തീരുമ്പോൾ പ്രേയർ ലൈനിൽ കയറി ദൈവമക്കളുമായുള്ള സംസർഗം നമ്മുടെ മനസ്സിനെ പലപ്പോഴും സന്തോഷിപ്പിച്ചിട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്ര പ്രാവശ്യം ദുഃഖത്തോടെ ഈ പ്രയർ ലൈനിൽ കയറി നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്ന അവസ്ഥയിൽ എങ്ങനെ ഞാൻ അതിനെ തരണം ചെയ്യുമെന്ന അവസ്ഥയോടെ ഈ ലൈനിൽ കയറി ദൈവത്തിന്റെ വചനം കേൾക്കുകയും ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ദൈവമക്കൾ പാടുന്ന പാട്ടുകൾ കേൾക്കുകയും ഒക്കെ ചെയ്ത എത്ര സന്ദർഭമാ നമ്മുടെ ദുഃഖത്തെ ദൈവം സന്തോഷത്തിലേക്ക് നയിപ്പിച്ചത്. എന്താ കാരണം? അവരിൽ കൂടി കടന്നു വന്ന പ്രകാശം നമ്മെ അത് സന്തോഷിപ്പിച്ചു. കാരണം വെളിച്ചം നമ്മിലേക്ക് കടന്നു വരുവാൻ അത് ഇടയാക്കി തീർത്തു. എന്താ കാരണം? വെളിച്ചത്തിന്റെ പ്രത്യേകത, വെളിച്ചം അത് ചുറ്റുമുള്ളതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ആ മെഴുകുതിരി മാത്രമല്ല വെളിച്ചം തരുന്നത്, പിന്നെയോ അതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം ആ പ്രകാശത്തെ അത് ചിതറിച്ചു വിടും. അർത്ഥാൽ വെളിച്ചം അത് ചുറ്റുമുള്ളതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ മുറിക്കകത്ത് രാത്രികാലമാകുമ്പോൾ രാത്രി ഇരുണ്ട് കിടക്കുന്ന മുറിയിൽ ജോലി കഴിഞ്ഞ് വീടിനകത്തേക്ക് കയറി ഒരു സ്വിച്ച് ഒന്നിടുമ്പോൾ ഒരു ബൾബ് കത്തി കഴിയുമ്പോൾ ആ മുറി മുഴുവനും പ്രകാശമായി തീരുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാ വെളിച്ചത്തിന്റെ പ്രത്യേകത. കാരണം അത് ചുറ്റുമുള്ളതിനെ മുഴുവൻ പ്രകാശിപ്പിച്ചു മാറ്റിക്കളയും. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വിഷാദം താളക്കെട്ടിക്കിടക്കുന്ന സമയമായിരിക്കാം ഈ രാത്രികാലം. അങ്ങനെ വിഷാദത്തോടുകൂടി ആയിരിക്കാം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത്.
എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ വിഷാദം മാറ്റി, നിങ്ങളുടെ ദുഃഖപൂരിതമായ മനസ്സിന്റെ അവസ്ഥയെ മാറ്റി, നിങ്ങളുടെ വേദനിപ്പിക്കുന്ന അവസ്ഥകളെ മാറ്റി, നിങ്ങളുടെ അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിച്ചം ഈ രാത്രി നിങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരിക. നോക്കിക്കേ, ആ തളം കെട്ടിക്കിടക്കുന്ന, വിഷാദം കെട്ടിക്കിടക്കുന്ന ആ സമയത്ത് ഈ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു സഹോദരന്റെയോ ഒരു സഹോദരിയുടെയോ സാമീപ്യം, അവരിൽ കൂടി ആ വെളിച്ചം പുറത്തേക്കൊഴുകി നമ്മെ സ്വാന്തനപ്പെടുത്തിയ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ടാകും. അവർ ഇരുണ്ട തണുത്തുറഞ്ഞിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ചൂടുള്ള വെളിച്ചം പകരുന്നവരാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. അതുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തു നമ്മെ നോക്കി പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എന്റെ വെളിച്ചത്തിൽ നടക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ അവൻ വെളിച്ചം പരത്തുന്നവനായി തീരും. ആ വെളിച്ചമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചൂടുള്ള വെളിച്ചം പകരുവാനാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ വെളിച്ചം ഇനി എവിടെയായിരിക്കുന്നത്? കർത്താവിന്റെ വാക്കുകൾ, കർത്താവ് പറഞ്ഞ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. മലമേൽ അഥവാ മലയുടെ മുകളിൽ. ഈ മലയിൽ ഒരു ലൈറ്റ് അല്ല കേട്ടോ ഉള്ളത്, ഈ മലയിൽ ധാരാളം ലൈറ്റുകളുണ്ട്. കാരണം ഈ മലയെ പ്രകാശിപ്പിക്കുവാൻ, ഈ മലയെ മൊത്തം പ്രകാശിപ്പിക്കുവാൻ ഒരു ലൈറ്റ് കൊണ്ട് കഴിയില്ല, ധാരാളം ലൈറ്റ് ഉണ്ട്. എന്തിനാ ധാരാളം ലൈറ്റ്? ആ ദേശം മുഴുവൻ വെളിച്ചം കിട്ടണം. പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ ആ പട്ടണം മുഴുവൻ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ രാത്രി ആയപ്പോൾ അവിടെ വിളക്ക് കത്തിച്ചു വെക്കാതെ ആ പട്ടണത്തെ കാണാൻ പറ്റില്ല. ആ പട്ടണത്തെ മുഴുവൻ കാണണമെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ പറ്റില്ല, ധാരാളം വിളക്കുകൾ കത്തിച്ചു വെക്കണം. ആ ധാരാളം ലൈറ്റുകൾ മലമുകളിൽ കത്തണം. എങ്കിൽ മാത്രമേ ആ പട്ടണത്തെ മുഴുവൻ കാണുവാൻ കഴിയുകയുള്ളൂ. കാരണം പകലും രാത്രിയിലും ആ പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഏതാ ഈ ധാരാളം ലൈറ്റുകൾ? ആ ധാരാളം ലൈറ്റുകളാണ് ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ ഇൻഡിവിജ്വലായി ലൈറ്റ് പ്രകാശം പരത്തുന്നവരായിരിക്കുന്ന നാം ഒന്നിച്ചുകൂടി വരുമ്പോൾ ഈ ലോകത്തെ പ്രകാശമാനമാറ്റിയെടുക്കുവാൻ പട്ടണത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ധാരാളം വിളക്കുകളെ പോലെ ഈ പട്ടണത്തെ പകലും രാത്രിയും പ്രകാശപൂരിതമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ സഭയെ ആക്കി വെച്ചിരിക്കുക. കർത്താവ് തുടർന്നു പറഞ്ഞു വിളക്കിന്റെ കാര്യം. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള വിളക്കിന്റെ കാര്യമാണ് കർത്താവ് അവിടെ പറഞ്ഞത്. കാരണം ആ വിളക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ടാൽ കത്തുന്ന വിളക്കല്ല, അത് ഒരു കുപ്പിക്കകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകൾ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരുപക്ഷെ പലരും ഉപയോഗിച്ചിട്ടുള്ളത്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകൾ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ തിരിയിട്ട് കത്തിച്ച വിളക്ക് കത്തിച്ചതിന് ശേഷം അതിനെ കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പറയെടുത്ത് അതിനെ മൂടി വെച്ച ഒരു രംഗം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനെ മൂടി വെക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം അതിനെ മൂടി വെക്കാൻ ഒരു കലം കമഴ്ത്തി അതിന്റെ പുറത്ത് കൊണ്ടുവെക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്താൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ചുറ്റുമുള്ള അന്ധകാരമായിട്ട് തന്നെ ഇരിക്കും. 2, കത്തിച്ചു വെച്ച വിളക്ക് സെക്കൻഡിനുള്ളിൽ കെട്ടുപോകും. അപ്പോൾ അതിന്റെ അർത്ഥം കലത്തിനകത്തുണ്ടായിരുന്ന വിളക്കും കെട്ടുപോയി, കലത്തിന്റെ പുറത്തുണ്ടായിരുന്ന ഇരുട്ട് ആ ഇരുട്ടായി തന്നെ നിലകൊള്ളുന്നു. വിളക്ക് കത്തിച്ചത് ശരിയാ. എന്തിനാ വിളക്ക് കത്തിച്ചത്? കട്ടിലിന്റെ കീഴിൽ വെക്കാനല്ല, പിന്നെയോ വീട്ടിലുള്ളവർക്കെല്ലാം വെളിച്ചം കിട്ടാൻ വേണ്ടിയാ വിളക്ക് കത്തിച്ചത്. എന്തിനാ വെളിച്ചം? ഇരുട്ടത്തിരിക്കുന്ന വസ്തുക്കൾ കാണാൻ.
നിന്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കാഴ്ച കിട്ടുവാൻ വേണ്ടി. എന്തിനാ കാഴ്ച കിട്ടുന്നത്? ഒന്നിലും തട്ടിമുട്ടി താഴെ വീണ് പല്ലു പോകാതിരിക്കാൻ, ഒന്നിലും തട്ടിമുട്ടി താഴെ വീണ് എല്ലൊടിയാതിരിക്കാൻ. വിളക്ക് കത്തിച്ചു വെക്കുന്നത് അന്ധകാരത്തിൽ തപ്പിത്തടയാതെ എല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വ്യക്തമായി കാണുവാൻ വേണ്ടിയാണ് വിളക്ക് കത്തിച്ചു വെക്കുന്നത്. അതേ വിളക്ക് തന്നെ ഒരു വ്യക്തിയെ കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വ്യക്തി മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വെളിച്ചം കാണാതെ തട്ടുമുട്ടി വീഴുന്ന ചുറ്റുമുള്ളവരെ ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സാക്ഷ്യം നമുക്കിവിടെ കാണാം. ഒന്നിച്ചു കൂടി വരുന്ന ദൈവസഭയ്ക്ക് ഒരു സാക്ഷ്യം ഉള്ളതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലിനും, ഓരോ വ്യക്തിക്കും ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം അന്ധകാരത്തിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന എന്റെ ജീവിതത്തിൽ, അന്ധകാരത്തിലായിരുന്ന എന്റെ മനസ്സിലേക്ക് ക്രിസ്തുവിന്റെ പ്രകാശം കടന്നു വന്നു. ആ പ്രകാശം എന്റെ മേൽ കടന്നു വന്നപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്നും അന്ധകാരം ഓടിമറിയും. ആ വെളിച്ചം മറ്റുള്ളവർ കാണുവാൻ ഇടയായി തീരും. അതാണ് സാക്ഷ്യം. അപ്പൊ ആ വെളിച്ചം ഉള്ളിലേക്ക് കടന്നു വന്നു. ആ വെളിച്ചത്തെ മറച്ചു വെക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ആ വെളിച്ചം എടുത്ത് കട്ടിലിന്റെ കീഴിൽ കൊണ്ടുവെക്കരുതെന്നാ കർത്താവ് പറഞ്ഞത്. കർത്താവ് നമ്മെ രക്ഷിച്ചത് നാം ദൈവത്തിന്റെ വെളിച്ചം പരത്തുവാൻ വേണ്ടിയാ. നമ്മിൽ കൂടി ആ വെളിച്ചം ചുറ്റുമുള്ളവർ കാണുവാൻ വേണ്ടി. എന്തിനാ ചുറ്റുമുള്ളവർ കാണുന്നത്? ഇരുളിലിരിക്കുന്നവർ ഈ വെളിച്ചം കണ്ട് വെളിച്ചത്തിന്റെ ഉടയവനായ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കാരണമായി തീരുവാൻ. ധാരാളം പേരും കരുതുന്നത് ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു. ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ എന്റെ ഹൃദയം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തു, ഞാൻ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടതിന്റെ അടുത്ത പടി ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് ഞാൻ ദൈവസഭയിൽ ഞാൻ അംഗമായി തീർന്നു. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുവാനും എനിക്കിടയായി തീർന്നു. ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയരെ, രക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾ സഭയിൽ കൂടി വരുന്നത് ഈ വെളിച്ചവും ഏന്തി പുറം ലോകത്തേക്ക് ഇറങ്ങുവാൻ നാം പ്രാപ്തിയുള്ളവരായി തീരുവാൻ വേണ്ടിയാ. നമ്മെ അതിന് പ്രാപ്തരാക്കി എടുക്കുവാൻ വേണ്ടിയാണ് നാം ദൈവസഭയിൽ പോകുന്നത്. സഭയുടെ ഉപദേശങ്ങൾ കേട്ട് ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി നമ്മെ അതിനുവേണ്ടി എക്വിപ്പ് ചെയ്ത് സഭ നമ്മെ പുറത്തേക്ക് വിടുന്നു. ആ സഭയിൽ നിന്നും വാതിൽ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ മിഷൻ ഫീൽഡിലേക്കാണ് ഇറങ്ങുന്നതെന്ന് മറന്നു പോകരുത്. ആ മിഷൻ ഫീൽഡ് ആ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്? അന്ധകാരമായിരിക്കുന്ന ഈ മിഷൻ ഫീൽഡിലേക്ക് വെളിച്ചത്തിന്റെ ദീപശിവയും ഏന്തി നാം പുറത്തേക്ക് ഇറങ്ങി വരിക. ആ സ്ഥലമാണ് ഇരുണ്ട സ്ഥലം. ആ സ്ഥലമാണ് അന്ധകാരം നിറഞ്ഞ സ്ഥലം. അവിടെ ഈ വെളിച്ചം തരുന്ന വിളക്ക് പറയുടെ കീഴിൽ വെക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. പിന്നെയോ കർത്താവ് പറഞ്ഞു, മലമേൽ തണ്ടിലിരിക്കുന്ന വിളക്കായിരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ കർത്താവ് നമുക്കൊരു കൽപ്പന തന്നിട്ട് പോയി. ആ കൽപ്പന നമുക്ക് കാണാം. വേണമെങ്കിൽ ചെയ്യാനല്ല, ഒരു കൽപ്പനയാ തന്നത്. എന്തോ അവിടെ പറയുന്നത്? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സുവിശേഷം അഥവാ വെളിച്ചം, അത് കാണിച്ചു കൊടുക്കാനാ കർത്താവ് പറഞ്ഞത്. ആ വെളിച്ചത്തെ അന്ധകാരത്തിലിരിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഇനി അതാണ് നമ്മുടെ ദൗത്യം. ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗം കാണാം. അവിടെ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അർത്ഥം, രക്ഷിക്കപ്പെടാത്ത നഷ്ടപ്പെട്ട ജീവിതങ്ങൾ
അന്ധകാരത്തിലിരിക്കുന്ന ജീവിതങ്ങൾ, തപ്പിത്തടഞ്ഞ് തറയിൽ വീഴുന്ന ജീവിതങ്ങൾ, എല്ലൊടിയുന്ന ജീവിതങ്ങൾ, പല്ലുപറിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, വെളിച്ചം കാണാൻ കഴിയാതിരിക്കുന്നവർ, നിത്യനരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള ജീവിതങ്ങൾ യേശുവിന്റെ വെളിച്ചം നമ്മിൽ കൂടി പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ അവർ അത് ശ്രദ്ധിക്കും. ഞാൻ ഈ വെളിച്ചത്തിനാണല്ലോ, ഞാൻ ഈ അന്ധകാരത്തിനാണല്ലോ, ഇവരിലെന്തോ വെളിച്ചമുണ്ടല്ലോ എന്ന് കണ്ടവർ ശ്രദ്ധിക്കും. കർത്താവ് പറഞ്ഞു, നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ. എന്തുവാ നല്ല പ്രവൃത്തികൾ? നല്ല പ്രവൃത്തികൾ വരുന്നത് സ്നേഹത്തിലൂടെയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് പുറത്തേക്ക് വരും. അത് ദൈവനാമ മഹത്വത്തിനായി തീരും. എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ നമ്മിലൂടെ യേശു കർത്താവ് ചെയ്യുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് ശമരിയ സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. പശ്ചാത്തലം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കർത്താവായ യേശു ക്രിസ്തു ശമരിയയിൽ ചെന്ന സമയം, ശമരിയ സ്ത്രീയുടെ അടുക്കൽ വെള്ളത്തിനായി നിന്ന സമയം, കർത്താവുമായി സംഭാഷണം നടത്തിക്കഴിഞ്ഞ് അത് കർത്താവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ തന്റെ ഹൃദയം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്ത ആ ശമരിയ സ്ത്രീ, നോക്കിയേ, ശമര്യ ആരും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടം ജനം, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നിവൃത്തിയില്ലാത്ത ഒരു കൂട്ടം ജനം, അങ്ങനെയുണ്ടായിരുന്ന ജനത്തിന്റെ ഇടയിലെ ഒരു സ്ത്രീയാണ് യേശുവിന്റെ വാക്കുകൾ കേട്ടത്. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ജീവിതം നടത്തിയിരുന്ന അവളുടെ ജീവിതത്തിൽ കർത്താവിന്റെ വെളിച്ചം ഉള്ളിലേക്ക് കഴിഞ്ഞത് പ്രകാശിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ ശമര്യയിലേക്ക് ഓടി. എന്നിട്ട് അവൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിക്കണം. ശമര്യ സ്ത്രീയുടെ ചരിത്രം, അവളുടെ ജീവിതത്തിൽ ലഭിച്ച വെളിച്ചം അവൾ ശമര്യയെ പ്രകാശിപ്പിച്ചപ്പോൾ ആ പട്ടണം യേശുവിലായി തീർന്നു എന്നർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയരെ, വെളിച്ചമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അന്ധകാരത്തിൽ കിടന്ന ഈ ഭൂമിയെ വെളിച്ചമുള്ളതാക്കി ദൈവം തീർത്തു. എന്തിനു വേണ്ടി? ജീവന്റെ തുടിപ്പ് ഈ ഭൂമിയിൽ വരുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അന്ധകാരവും ഇരുളും നാശവും കൊള്ളയും കൊല്ലിവയ്പും യുദ്ധങ്ങളും മാത്രം തരുന്നതാണ് രാത്രിയുടെ സമയം. നമുക്കറിയാം, രാത്രിയുടെ സമയം അഥവാ ഇരുട്ടിന്റെ സമയമാണ് സകല നാശങ്ങളും നടക്കുന്നത്, സകല കൊള്ളയും നടക്കുന്നത്, സകല കൊല്ലിവയ്പും നടക്കുന്നത്. മാത്രമല്ല, ലോകത്തിലെ യുദ്ധങ്ങളെ എടുത്തു നോക്കിയാൽ എല്ലാ യുദ്ധങ്ങൾ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത് അർദ്ധരാത്രിയിലാണ്. കാരണം രാത്രിയാണത്, വെളിച്ചമില്ല, ആർക്കും കാണാൻ കഴിയുന്നില്ല. എന്റെ പ്രിയരെ, ജീവനില്ലാത്ത ഈ ലോകത്തിൽ, അന്ധകാരം കിടക്കുന്ന ഈ ലോകത്തിൽ ദൈവം വെളിച്ചം കൊണ്ടുവന്നത് ഭൂമിയിൽ മനുഷ്യനെ ആക്കി വെക്കാനാണെങ്കിൽ, അതേ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. കർത്താവ് തന്നെത്താൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ കർത്താവ് എന്നെയും നിങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ പുറത്തേക്ക് പ്രകാശിച്ച് ചുറ്റുമുള്ള അന്ധകാരത്തെ മാറ്റി പ്രകാശമാനമാക്കി അനേകർ ഈ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അതിന് പ്രാപ്തരാക്കി എടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. Praise the Lord. Hallelujah.
പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ കർത്തൃനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചില ആഴ്ചകളായി തുടർമാനമായി വെളിച്ചത്തെക്കുറിച്ച് നാം കേട്ടുവരികയാണല്ലോ. ഇന്ന് രാത്രിയിലും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. വെളിച്ചത്തിന്റെയും ഇരുളിൽ